ഇത് ഞങ്ങളുടെ രാജ്യമാണ്. ഈ മണ്ണും ഇതിൻ്റെ പരമാധികാരവും സംരക്ഷിക്കാൻ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും, അതിന് തങ്ങളുടെ ജീവനായാലും ജീവിതമായാലും അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ഇറാൻ എന്ന രാജ്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈകാരിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ലോകത്തിന് അവർ നൽകുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള സന്ദേശം കൂടിയാണിത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ വിയോഗത്തിൽ രാജ്യമൊന്നടങ്കം കണ്ണീരിൽ മുങ്ങി നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ കണ്ണു മുഴുവൻ ഇപ്പോൾ ഇറാനിലെ വിലാപയാത്രയിലും ശവസംസ്കാര ചടങ്ങുകളിലുമാണ്. ഈ ഒരു സങ്കടഘട്ടത്തിൽ ഇറാന്റെ ആഭ്യന്തര സുരക്ഷ പൂർണ്ണമായിട്ടും തകിടം മറിഞ്ഞിട്ടുണ്ടാകുമെന്നും തങ്ങൾക്ക് എളുപ്പത്തിൽ രാജ്യത്തേക്ക് കടന്നു കയറാമെന്നുമായിരുന്നു ശത്രുക്കളുടെ കണക്കുകൂട്ടൽ. എന്നാൽ ശത്രുക്കളുടെ ആ മോഹങ്ങളെ മുഴുവൻ തവിടുപൊടിയാക്കിക്കൊണ്ട് തങ്ങളുടെ സുരക്ഷാ വലയത്തിൽ ഒരു നൂൽത്തുമ്പ് പോലും അയോ വരുത്തിയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുക്കിനും മൂലയ്ക്കും ഇറാന്റെ രഹസ്യ കണ്ണുകൾ അതീവ ജാഗ്രതയിലാണ്. രാജ്യത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനവും അശാന്തവുമായിട്ടുള്ള തെക്ക് കിഴക്കൻ അതിർത്തി, അവിടെ ആ മേഖലയായ ബലൂചിസ്ഥാനിൽ വൻതോതിലുള്ള ഭീകരവിരുദ്ധ ഓപ്പറേഷൻ വിജയമായിട്ട് പൂർത്തിയാക്കിയിട്ടാണ് ഇറാനിയൻ സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ ഔദ്യോഗികമായി അവകാശപ്പെടുന്നത്. അതായത് അവിടുത്തെ മുക്കും മൂലയും ഇപ്പോൾ ഞങ്ങളുടെ കൺട്രോളിൽ മാത്രമാണെന്നാണ് IRGC അറിയിച്ചിട്ടുള്ളത്. ഖമനിയുടെ മരണശേഷമുള്ള ഭൗമരാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് രാജ്യത്തിനകത്ത് വൻതോതിലുള്ള അട്ടിമറികൾക്കും ബോംബാക്രമണങ്ങൾക്കും ചോരപ്പുഴ ഒഴുക്കാനും പദ്ധതിയിട്ട നിരവധി അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളെയാണ് ഇറാൻ ഇന്റലിജൻസ് മന്ത്രാലയം, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡും അതായത് IRGCയും ചേർന്ന് അതിർത്തികളിൽ വെച്ച് തന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. പിടിയിലായ ഭീകരർക്ക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് ഇറാൻ ഉന്നയിക്കുന്ന ശക്തമായിട്ടുള്ള ആരോപണം. അതായത് വിലാപ ചടങ്ങുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ അത്രയും ജാഗ്രതയോടെയാണ് IRGC നിലയുറപ്പിച്ചിരിക്കുന്നത്. തൻ്റെ രാജ്യം ഒരിക്കലും ഒരാളുടെ മുന്നിലും അടിയറവ് പറയില്ല, അവർക്ക് മുന്നിൽ മുട്ടുകുത്തില്ല, പതറില്ല എന്ന ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടും ഊർജവുമായിട്ടാണ് ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ അവിടെ അമേരിക്കയും ഇസ്രായേലും പതറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഖമനയുടെ വിലാപയാത്രകളും ആ ചടങ്ങുകൾക്കും മറവിൽ രാജ്യത്തെ കാവലുകൾ മറക്കുമെന്ന് കരുതി ആധുനിക സ്നൈപ്പർ റൈഫിലുകളും സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനങ്ങളുമായി അതിർത്തി കടന്നെത്തിയ വിദേശ ഏജന്റുമാരെ ഇറാൻ സുരക്ഷാ സേന പൂട്ടിയതിന് പിന്നാലെ ഞെട്ടിക്കുന്ന കഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇറാന്റെ അത്യുഗ്രമായിട്ടുള്ള നീക്കം കൂടിയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിൽ നിൽക്കുമ്പോൾ അതിർത്തിയിലെ ഓരോ ചലനങ്ങളും ഇറാൻ നിരീക്ഷിക്കുന്നത് എങ്ങനെയായിരുന്നു? ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം സഹൈദൻ, ചമ്പാർ, ഇറാൻ ഷഹർ, കാഷ്, അതുപോലെ തന്നെ തഫ്നാൻ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലായിരുന്നു ഭീകരവിരുദ്ധ നടപടികൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചത്. IRGCയുടെ പ്രത്യേക സൈനിക വിഭാഗങ്ങളും പ്രാദേശിക നിയമപാലക സേനയും സംയുക്തമായിട്ട് നടത്തിയ ഓപ്പറേഷനിൽ നിരവധി കേന്ദ്രങ്ങളിൽ ഒരേ സമയം റൈഡറുകൾ എത്തുകയും ചെയ്തു. ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ 5 പ്രധാന ഭീകര പ്രവർത്തകരെ ജീവനോടെ പിടികൂടിയതായും 2 പേർ കൊല്ലപ്പെട്ടതായും ഇറാൻ തന്നെ അറിയിക്കുകയാണ്. അതായത് ഇറാനെ വകവരുത്താൻ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ചോർത്തിക്കൊടുക്കാൻ, അവിടുത്തെ വിലാപയാത്ര നശിപ്പിക്കാൻ നോക്കിയവർക്ക് വലിയ പണി തന്നെയാണ് IRGCയുടെ ഭാഗത്തു നിന്നും കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. നിക്ഷർ, അതുപോലെ തന്നെ കസേർക്ക്, ഈ ഖണ്ഡ് മേഖലയിലെ സുരക്ഷാ കേന്ദ്രങ്ങൾക്കും ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മറ്റൊരു 5 അംഗ സംഘത്തെയും പിന്നീട് അറസ്റ്റ് ചെയ്തതായി സുരക്ഷാ ഏജൻസികൾ അറിയിച്ചിട്ടുമുണ്ട്. ഈ ഓപ്പറേഷനിടെ പിടിച്ചെടുത്ത ആയുധങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും സുരക്ഷാ ഏജൻസികളുടെ പോലും ശ്രദ്ധ പിടിച്ചുപറ്റുന്നതാണ്. ഒരു സെമി ഓട്ടോമാറ്റിക് സ്നൈപ്പർ റൈഫിൽ, അതുപോലെ തന്നെ 3 കലാഷ്നിക്കോവ് റൈഫിൽ, അതായത് AK-47 റൈഫിലുകൾ, 17 പിസ്റ്റളുകൾ, ഗ്രനേഡുകൾ, വൻതോതിലുള്ള വെടിക്കോപ്പുകൾ എന്നിവയ്ക്കൊപ്പം 4 ഹാൻഡ് ഹെൽഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും ഒരു സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ടെർമിനലുമാണ് ഇറാൻ പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ ഉപകരണങ്ങൾ അതിർത്തി മേഖലയിലെ സുരക്ഷാ നിരീക്ഷണങ്ങളെ മറികടന്ന് രഹസ്യ ആശയവിനിമയങ്ങൾ നടത്താൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഇറാൻ ആരോപിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയും ആയുധ സജ്ജീകരണവും ഇവർക്ക് വിദേശ പിന്തുണ ലഭിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം തകർക്കാൻ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നീക്കങ്ങൾക്ക് സാങ്കേതിക വിദ്യയുടെ പിൻബലം നൽകാനുള്ള ശ്രമമാണ് ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത്. പിടിയിലായിരിക്കുന്നവരെ കുറിച്ച് ഇന്റലിജൻസ് മന്ത്രാലയം നടത്തിയ പരാമർശം ശ്രദ്ധേയം കൂടിയാണ്. വിദേശ രാജ്യങ്ങളിൽ പ്രത്യേക പരിശീലനം നേടിയ ഈ സംഘടനകൾ അല്ലെങ്കിൽ ഈ സംഘാംഗങ്ങൾ ബോംബാക്രമണങ്ങൾ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ, പൊതുജനങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കുന്ന അട്ടിമറി പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഇറാനിലേക്ക് നുഴഞ്ഞു കയറിയതാണെന്നാണ് മന്ത്രാലയത്തിൻ്റെ വിശദീകരണം. രാജ്യത്തിനകത്ത് വ്യാപകമായിട്ടുള്ള അക്രമവും അരാജകത്വവും സൃഷ്ടിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുകയായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ അവരുടെ പദ്ധതികൾ നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ അവരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് പിടികൂടുകയായിരുന്നു. ഇതിനൊപ്പം ടെഹ്റാനിൽ നടന്ന മറ്റൊരു സുരക്ഷാ നടപടിയിൽ വിദേശ ഏജൻസികൾക്ക് വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചു എന്നാരോപിക്കുന്ന 6 പേരെ അറസ്റ്റ് ചെയ്തതായും IRGC അറിയിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളും ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനങ്ങളും ഉപയോഗിച്ച് രാജ്യത്തിനകത്തെ വിവരങ്ങൾ വിദേശ സംഘടനകളിലേക്ക് കൈമാറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആരോപണങ്ങൾ. ഇതിന് പിന്നാലെ വിദേശ പിന്തുണയോടെ നടന്നതായിട്ട് ഇറാൻ വിശേഷിപ്പിക്കുന്ന ആഭ്യന്തര അക്രമ സംഭവങ്ങളിൽ
പങ്കെടുത്തിട്ടുള്ള 17 പേരെയും സുരക്ഷാ സേന കസ്റ്റഡിയിലെടുത്തു. അതെ, വിലാപയാത്രകൾ ഒരു വശത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അത്രയും ജാഗ്രതയോടെയാണ് IRGC ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതൊരു തരത്തിലുള്ള അനക്കങ്ങളും നീക്കങ്ങളും നിരീക്ഷിച്ച് ശത്രുവിന് ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ വളരെ കൃത്യമായിട്ടുള്ള നീക്കത്തിലൂടെയാണ് ഇറാൻ മുന്നേറുന്നത്. ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ദീർഘകാല നിരീക്ഷണം നടത്തിയ ശേഷം കൂടിയാണ് ഇവരെ തിരിച്ചറിഞ്ഞതെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ സൈനിക ഇന്റലിജൻസ് സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ഡിജിറ്റൽ നിരീക്ഷണ ഓപ്പറേഷനുകൾ. ഈ സുരക്ഷാ നടപടികൾക്കിടയിലാണ് IRGC നാവികസേനാ മേധാവി റിയർ അഡ്മിറൽ അലി ഔസ്മായുടെ പ്രസ്താവന അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനയുടെ ശവസംസ്കാര ചടങ്ങുകളോടനുബന്ധിച്ച് പുറത്തിറക്കിയ സന്ദർഭങ്ങളിൽ അമേരിക്കയും ഇസ്രായേൽ ഭരണകൂടത്തിനുമെതിരായ ദിവ്യ പ്രതികാരം വിദൂരമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷാ ചുമതലയുള്ള നാവികസേന ഉദ്യോഗസ്ഥർ ഖമനയുടെ ആശയങ്ങളും നയങ്ങളും തുടർന്നും ശക്തമായിട്ട് പിന്തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സമുദ്രപാതകളിൽ ഒന്നുകൂടിയാണ്. ആഗോള എണ്ണ കയറ്റുമതിയിലൂടെ വലിയൊരു വിഹിതം ഈ ഒരു കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഈ മേഖലയുടെ സുരക്ഷാ ചുമതലയുള്ള സൈനിക മേധാവിയിൽ നിന്ന് വരുന്ന ഏതൊരു പ്രസ്താവനയും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെയും ആഗോള ഊർജ്ജ വിപണിയെയും ഒരുപോലെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. ഇറാന്റെ ഔദ്യോഗിക നിലപാട് പ്രകാരം ഖമനയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഒരു നേതാവിനുള്ള യാത്രയപ്പ് മാത്രമല്ല, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ആശയങ്ങളും സംരക്ഷിക്കാനുള്ള പുതുക്കിയ പ്രതിജ്ഞ കൂടിയാണ്. അതിനാൽ തന്നെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ജനക്കൂട്ടത്തിനിടയിലും സൈനിക നേതൃത്വത്തിൻ്റെ പ്രസംഗത്തിലും പ്രതികാരത്തിലും അല്ലെങ്കിൽ ആ പ്രതികാരവും ദേശീയ ഐക്യം ശക്തമായിട്ട് ഉയർന്നു വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം മറ്റൊരു നിർണായക കാര്യം കൂടി പറയാനുണ്ട്. ഈ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് 13 രാജ്യങ്ങൾ അമേരിക്ക ഭയന്ന് എത്തിയിട്ടില്ല എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാൻ ഉന്നയിക്കുന്ന വിദേശ ഇടപെടൽ ആരോപണങ്ങളും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയുള്ള കുറ്റപ്പെടുത്തലുകളും സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണങ്ങളിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയും ഹോർമുസ് കടലിടുക്കിൻ്റെ തന്ത്രപ്രാധാന്യവും കണക്കിലെടുക്കുമ്പോൾ ഇറാനിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ മേഖലയുടെ ഭാവി സുരക്ഷാ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഈ സാഹചര്യങ്ങൾ ഭാവിയിലെ സുരക്ഷയും രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയുടെ സുരക്ഷാ രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നാണ് ആഗോള നിരീക്ഷകരെല്ലാം ഉറ്റുനോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആയത്തുള്ള അലി ഖമനയുടെ ശവസംസ്കാര ചടങ്ങിൽ അമേരിക്കയോടുള്ള ഭയം കാരണം 13 രാജ്യങ്ങൾ വിട്ടുനിന്നത് വലിയ വാർത്തയാകുന്നുണ്ട്. ടെഹ്റാനിൽ നടന്ന ചടങ്ങുകളിൽ നിന്നും കിഴക്കൻ യൂറോപ്പിലെ 3 രാജ്യങ്ങളും 5 ആഫ്രിക്കൻ രാജ്യങ്ങളും 2 പേർഷ്യൻ ഗൾഫ് അറബ് രാജ്യങ്ങളും കിഴക്കൻ ഏഷ്യയിലെ 2 പ്രമുഖ രാജ്യങ്ങളുമാണ് പിന്മാറിയിരിക്കുന്നത്. ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നതും. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ US എംബസികൾക്ക് നൽകിയ രഹസ്യ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഒരു വിട്ടുനിൽക്കൽ എന്നാണ് പറയപ്പെടുന്നത്. ഖമനയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് വാഷിംഗ്ടണുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുന്ന ശത്രുതാപരമായിട്ടുള്ള നടപടിയായി കണക്കാക്കുമെന്ന് അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതൊന്നും കൂടാതെ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നൽകി വരുന്ന സാമ്പത്തിക സഹായങ്ങൾ നിർത്തലാക്കുമെന്ന ഭീഷണിയും US അംബാസഡർ വഴി നൽകിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതൊക്കെ കണക്കിലെടുത്താണ് ഈ രാജ്യങ്ങൾ ചടങ്ങിൽ നിന്നും മാറി നിന്നത്. അമേരിക്കയുടെ കടുത്ത ഉപരോധ ഭീഷണികൾക്ക് മുന്നിൽ പല രാജ്യങ്ങളും വഴങ്ങിയപ്പോൾ ഇറാൻ തങ്ങളുടെ ആഭ്യന്തര കരുത്ത് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിലാപയാത്ര നടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അത്ര പെട്ടെന്നൊന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനെ തളർത്താനോ ഒടുക്കാനോ കഴിയില്ല. ഒരു വലിയ നേതാവിൻ്റെ വിയോഗം തങ്ങൾക്ക് അനുകൂലമാക്കി മുതലെടുക്കാമെന്ന് കരുതിയ അമേരിക്കയ്ക്കും ഇസ്രായേലിനും 8ന്റെ പണി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാരണം അവർ കരുതി വച്ചിരുന്ന നമ്പറുകളുടെ എല്ലാം മുന്നോടിക്കുന്ന രീതിയിലുള്ള ഇറാൻ്റെ ഓരോ നീക്കവും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നടന്നാലും ഇറാൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഇവർക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധക്കളമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ശക്തമായ താക്കീതാണ് ഇറാൻ്റെ ഈ പ്രതിരോധ കോട്ട തന്നെ ഒരുക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഭൗമരാഷ്ട്രീയ നീക്കങ്ങൾ ഈ മേഖലയെ എങ്ങോട്ട് നയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കൂടി കാണേണ്ടിയിരിക്കുന്നു.